ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിങ്സ് ഓഫ് മാജിക്. അപ്പോൾ വിങ്സ് ഓഫ് മാജിക്കിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ യു കെയിലാണ്. നിങ്ങൾ ബാക്കി മറ്റേ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നു, ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഈവനിങ് ആണ് പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിന് പോവുകയാണ്. ഇപ്പോൾ രാവിലെ എണീറ്റു. ഇവിടെ ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 8 മണി ആയിട്ടുണ്ട്. മോർണിംഗ് 8 o'clock ആണ് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോബിച്ചൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ, സീ യു. ഓക്കെ. അപ്പോൾ അഭിചേട്ടാ, ഫസ്റ്റ് ഡേ ഇൻ UK. അപ്പോൾ ഇന്നാണ് നമ്മുടെ പ്രോഗ്രാം. അഭിചേട്ടൻ എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങിയാണ് വൈകിട്ട് 6 മണിക്ക്. അപ്പോൾ പ്രാർത്ഥന വേണം അല്ലേ? അതെ, എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ജോബിച്ചൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു ഐസ്ക്രീമാണ് കഴിക്കുന്നത്. എനിക്ക് നല്ല കോൾഡ് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഐസ്ക്രീം ഓക്കെ പറഞ്ഞോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വിശപ്പിന്റെ കൂടെ 3 മണി കണ്ടാ പറയില്ല വിശപ്പില്ലാത്ത. കഴിപ്പല്ല പ്രധാനം. പ്രോഗ്രാം ഇതെല്ലാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഷോയുടെ ഡിസ്കഷൻ ആയിരുന്നു. നമുക്ക് പ്രോഗ്രാമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ. അങ്ങനെ ഒരു സ്കിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം സ്കിറ്റിലുള്ള റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ജോബിച്ചൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. അങ്ങോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ജോബിച്ചൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സിഗ്നലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബട്ടൺ നെക്കണം. ബട്ടൺ നെക്കുന്ന സമയത്ത് ഇവിടുത്തെ വണ്ടികൾ വന്ന് സ്റ്റോപ്പ് ആവും. അതിനുശേഷം മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെവിടെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി ആകെ പ്രശ്നമാക്കും. ഇവിടുത്തെ ഒരു റൂളാണിത്. അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ അതിനുശേഷം നേരെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആദ്യം. പിന്നെ ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി നേരെ ഞാൻ പോയത് ഇസുവിന് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അങ്ങനെ ഇസുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ടോയ്സൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ നല്ല ഷോപ്പായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ലഗേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, ഓൾറെഡി മാജിക്കിൻ്റെ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇനി പർച്ചേസ് ഉള്ളൂ. ഇനിയും ഗംഭീരമായിട്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. ചെറിയ കരുതിൽ കുറച്ച് കോട്ടും കുറച്ച് ടോയ്സും എല്ലാം മേടിച്ചു. ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് ജോബിച്ചൻ്റെ വീട്ടിൽ പോയിട്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയിട്ട് നേരെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞപ്പോൾ സുമേഷ് ചേട്ടന് കുറച്ച് അഭിപ്രായങ്ങൾ അവിടുത്തെ പറയാനുണ്ട്. അപ്പോൾ സുമേഷ് ചേട്ടൻ തന്നെ അത് പറയാം, നിങ്ങൾക്ക് തന്നെ കേൾക്കാം. നമസ്കാരം. ഇതിൽ നിന്നും വളരെ ആഗ്രഹിച്ചെടുത്ത ഒരു ഉടുപ്പ് ഷോ ഡയറക്ടറാന്ന് പറയുന്ന ഈ അഭിചാത്തിന് മനഃപൂർവ്വം തേജോധം ചെയ്ത് മേടിച്ചു. നിങ്ങൾക്ക് നേടാനാണെന്ന് നിങ്ങൾ ചോദിക്കണം. ഇതൊരു കലാകാരന്റെ വേദന. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ജോബിച്ചൻ്റെ വീട്ടിൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കനും മട്ടനും തോരനും പിന്നെ നല്ല പുളിശ്ശേരിയൊക്കെ കൂട്ടി നമ്മൾ നല്ലൊരു ഊണ് കഴിച്ചു. നല്ല ഗംഭീര ടേസ്റ്റായിരുന്നു. ആ ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കാറിലേക്ക് കയറി. പിന്നെ നമ്മൾ നേരെ നമുക്കിനി ഒരു 4-5 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട്. ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റൂമിൽ പോയിട്ട് ഒന്ന് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങണം. അപ്പോൾ എന്നിട്ട് വേണം പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് പ്രോഗ്രാം. അതിന് പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമിന് പോകാനുള്ള ഒരു ഇതിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നേരെ വണ്ടി വന്നാൽ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പ്രോഗ്രാമാണ്. അഭിചേട്ടാ ഹായ്. ഞാൻ എപ്പോഴും ഹായ് വരും. ഒരുപാട് സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്തോ അല്ലല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. 25 ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ പോകുന്നത് പ്രോഗ്രാം സ്ഥലത്താണ്. പറ്റുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കാം. കാരണം കുറച്ച് ഭയങ്കര തിരക്കാണ്. നമുക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേണ്ട ലഗേജൊക്കെ ഒരു സീനായിട്ടിരിക്കണ്ടോ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഷോൾഡറിൽ തൂക്കിയിരിക്കണ ഈ ഒരു ബാഗുണ്ട്, പിന്നെ അഭിജൻ്റെതുണ്ട്, അഭിജൻ്റെ ബാഗുണ്ട്, ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമുക്ക് ഇതാണ് അവസ്ഥ. ലഗേജ് ഒരുപാട് ലഗേജ് ഉണ്ട്. അയ്യോ ഒന്നുമില്ല ചേട്ടാ. ഹായ് ആണ് ചോദിച്ചേട്ടാ. ഹായ്, ഇതാണ് നമ്മളെ വിജയ് ചേട്ടൻ. വിജയ് ചേട്ടൻ നമ്മുടെ സ്പോൺസറാണ്. ഹായ് വിജയ് ചേട്ടാ. വിജയ് ചേട്ടൻ തിരക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകാനുള്ള ഇതില് തിരക്കായിട്ട് നിൽക്കുകയാണ്. അവരൊക്കെ അങ്ങോട്ട് വരും. ഞാൻ ഇറങ്ങി. അവരൊക്കെ ഇപ്പം എത്തും. ലേറ്റ് കമ്മർ, പെട്ടെന്ന് വാ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നമുക്ക് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് നമ്മൾ ബാഗൊക്കെ കയറ്റാനുള്ളൊരു പരിപാടിയിലാണ്. ഇനി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രോഗ്രാം സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മളെല്ലാവരുടെ ബാഗും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അഭിചേട്ടൻ പാവം കഷ്ടപ്പെടുന്നുണ്ടോ. ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഇതാണ്, ഒരു ഇതും ഇല്ലാതെയാണ് ആ ഒരു ബാഗൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തു. പാവം എല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 1 hour ട്രാവലുണ്ട്. പോകുന്ന വഴിക്ക് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ ടൈമൊന്നും കിട്ടിയില്ല. നമുക്ക് നേരത്തെ അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം സ്ഥലത്തെത്തി. ഇനി നമുക്ക് പ്രോഗ്രാം സ്ഥലത്തെത്തി നമുക്ക് ബാക്ക് സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും സ്റ്റേജിലേക്ക് എത്തി. ഇതാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൽ പബ്ലിക്കൊക്കെ വരുന്നതേ ഉള്ളൂ, ഓഡിയൻസൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജ് സെറ്റിങ്സൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഷോ ആയി റെഡിയായി. പ്രയറൊക്കെ കഴിഞ്ഞു. ഷോ സ്റ്റാർട്ടായി. പ്രോഗ്രാം സ്റ്റാർട്ടായി ഗൈസ്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ടായി. ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പ്രോഗ്രാം തുടങ്ങിയിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം എന്താ നോക്കിക്കഴിഞ്ഞാൽ രാത്രി 8 മണി ആയിട്ടുണ്ട്. രാത്രി 8 മണി 8:15 ടൈം. 8:15 ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. 8 മണിയാണ്, രാത്രി 8:15 ഈ സമയം. ഇരുട്ടിയിട്ടില്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 8:15 ഇപ്പോൾ ടൈം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ അങ്ങോട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. അങ്ങനെ എൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ടു റെഡി ആവുകയാണ്. ഇനിയിപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇടണം. കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഷോയ്ക്ക് റെഡി ആവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മാക്സിമം വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ പറ്റുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം, UK ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം അതിഗംഭീര വിജയമായിട്ട് മാറി. എനിക്ക് എല്ലാവരും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഷോ ആയിട്ട് തിരക്ക് കാര്യങ്ങളൊക്കെ ആയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം അതിഗംഭീരം അടിപൊളിയായിരുന്നു. പ്രോഗ്രാം ഗംഭീര വിജയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് റൂമിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിർത്താൻ വേണ്ടി പോവാണ്. ഇനി നാളെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ നാളെ നമുക്ക് കാണാം. അപ്പോൾ നാളത്തെ വിശേഷം കാണാം. അതുവരെയും ബൈ. സൈനിങ് ഓഫ് മജീഷ്യൻ മുഹമ്മദ് ഷാനു. ബൈ ബൈ.